നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. അതിരപ്പള്ളിയിൽ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ പുലി കുടുങ്ങി. ചക്കാലക്കൽ ജോയിയുടെ വീട്ടിൽ വനംവകുപ്പ് വച്ചിരുന്ന കൂട്ടിലാണ് പുലി കുടുങ്ങിയത്. ചൊവ്വാഴ്ച പുലർച്ചെയാണ് സംഭവം. ജോയിയുടെ വീട്ടിലെ 50ഓളം കോഴികളെ പുലി ആക്രമിച്ചിരുന്നു. ഇതിന് പിന്നാലെ 2 ആഴ്ച മുൻപാണ് വനംവകുപ്പ് കൂട് സ്ഥാപിച്ചത്. വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി ചികിത്സയിൽ കഴിയുന്ന അവിട്ടത്തൂർ സ്വദേശിയായ പുളിക്കൽ അനന്തുവിന്റെ ചികിത്സാ ഫണ്ട് സമാഹരണത്തിന്റെ ഭാഗമായി അനന്തു ചികിത്സാ സഹായ സമ്മാന കൂപ്പൺ പുറത്തിറക്കി. അനന്തു ചികിത്സാ സഹായ കമ്മിറ്റി അംഗങ്ങളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗം അക്ഷയ് സന്തോഷ് ഉദ്ഘാടനം നിർവഹിച്ചു. കൂപ്പൺ വിതരണോദ്ഘാടനം മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ CC ബിജു നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം ബിന്ദു മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. ചികിത്സാ സഹായ കമ്മിറ്റി കൺവീനർ ശാലിനി ജോയ്, സാമൂഹിക പ്രവർത്തകൻ സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ, ചികിത്സാ സഹായ കമ്മിറ്റി അംഗം വിജിത് വർഗീസ്, കമ്മിറ്റി ട്രഷറർ ബിന്ദു സുരേഷ് എന്നിവർ പ്രസംഗിച്ചു. കമ്മിറ്റി അംഗങ്ങളായ ദീപ്തി സന്തോഷ്, ബിറ്റു ബുബ്ലി, AR രതീഷ്, അക്ഷയ് രാജ്, ദേവിക അനന്തോ, ശ്രീന സന്തോഷ്, സജീഷ് ലാൽ കളരിക്കൽ, TN മനോജ് കുമാർ, കുമാരി ബാലൻ, ലിനോ മൈക്കിൾ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. പുളിക്കൽ സന്തോഷ് മകൻ 28 വയസ്സുള്ള PS അനന്തുവിന് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി ഏകദേശം 35 ലക്ഷത്തോളം രൂപയാണ് ഈ ചികിത്സയ്ക്കും ശസ്ത്രക്രിയയ്ക്കും വേണ്ടിവരുന്നത്. യുവാവിന് സഹായങ്ങൾ നൽകാൻ താൽപ്പര്യമുള്ളവർ കനറ ബാങ്കിന്റെ മറ്റത്തൂർ ശാഖയിലെ അക്കൗണ്ട് നമ്പർ 1102949919 എന്നതിലേക്ക് അയക്കണം. IFSC കോഡ് CNRB 0014551. കൂടുതൽ വിവരങ്ങൾക്ക് 9746904048 അല്ലെങ്കിൽ 8943191587 എന്ന നമ്പറിലും ബന്ധപ്പെടാം. ബീച്ചിൽ നടക്കാനിറങ്ങിയയാളെ ആക്രമിച്ച് 4.5 പവന്റെ സ്വർണ്ണമാല കവർച്ച ചെയ്ത 3 പേരെ വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. ഏങ്ങണ്ടിയൂർ പൊക്കുളങ്ങര സ്വദേശി വടക്കുംചേരി വീട്ടിൽ വിദേവിനെ ആക്രമിച്ച കേസിലാണ് അറസ്റ്റ്. വാടാനപ്പള്ളി ബീച്ച് വിളക്കുംപറമ്പിൽ വീട്ടിൽ അമീർ, ഗണേശമംഗലം MLA വളവ് പടിഞ്ഞാറെ വീട്ടിൽ ഫഹദ, വാടാനപ്പള്ളി ബീച്ച് രായമരക്കാർ വീട്ടിൽ നിഷാദ് എന്നിവരാണ് പിടിയിലായത്. ജൂൺ 26 വൈകിട്ട് പൊക്കുളങ്ങര ബീച്ചിൽ നടക്കാൻ പോയതായിരുന്നു വിദേവ്. ഈ സമയത്ത് പ്രതികൾ വിദേവിനോട് കാരണമില്ലാതെ തർക്കമുണ്ടാക്കുകയും മർദ്ദിച്ച് പരിക്കേൽപ്പിക്കുകയും ഇയാളുടെ 4.5 പവന്റെ സ്വർണ്ണമാലയും ഏലസും തട്ടിയെടുത്ത് കടന്നുകളയുകയുമായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. പ്രതികൾ വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിലവിൽ മറ്റ് അടിപിടി കേസുകളിലും പ്രതികളാണെന്ന് പോലീസ് അറിയിച്ചു. വിയ്യൂർ സർവീസ് സഹകരണ ബാങ്കിന് സമീപം ആൾമറയുള്ള കിണറ്റിൽ അബദ്ധത്തിൽ വീണ 8 വയസ്സുകാരിയെ സാഹസികമായി രക്ഷപ്പെടുത്തി യുവാവ് മാതൃകയായി. അച്ഛനോടൊപ്പം വാടക വീട് കാണാനെത്തിയ വേദലക്ഷ്മി എന്ന 8 വയസ്സുകാരിയാണ് അബദ്ധത്തിൽ കിണറിന്റെ മൂടി തുറന്ന് കിണറ്റിലേക്ക് വീണത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ എടത്തറ വീട്ടിൽ ഹേമന്ത് കൃഷ്ണ ധൈര്യപൂർവ്വം കിണറ്റിലിറങ്ങി കുട്ടിയെ സുരക്ഷിതമായി പുറത്തെടുത്ത് രക്ഷപ്പെടുത്തി. സംഭവത്തിൽ നിസ്സാര പരിക്കേറ്റ വേദലക്ഷ്മിയെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഹേമന്ത് കൃഷ്ണയുടെ ധീരമായ ഇടപെടലിനെ രാജൻ ജെ പല്ലൻ MLA അനുമോദിച്ചു. കൗൺസിലർമാരായ അരുൺ തടത്തിൽ, ജോയ് ബാസ്റ്റ്യൻ ചാക്കോള, ഷിബു പൊറത്തൂർ, കോലഴി ഗ്രാമപഞ്ചായത്ത് അംഗം സന്തോഷ് കോലഴി, കോൺഗ്രസ് നേതാക്കളായ ശശീന്ദ്രൻ കോപ്പായി, PR രാഗേഷ്, CS മുരളീധരൻ, രാജാറാം എന്നിവരും ഹേമന്ത് കൃഷ്ണയെ അനുമോദിച്ചു.
വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് AISF, AIYF പുതുക്കാട് മണ്ഡലം കമ്മിറ്റികൾ മധുരം വിതരണം ചെയ്തു. ആമ്പല്ലൂർ ത്യാഗരാജ പോളിടെക്നിക് പരിസരത്തും ആമ്പല്ലൂർ സെന്ററിലുമാണ് മധുര വിതരണം നടത്തിയത്. AIYF സംസ്ഥാന കമ്മിറ്റി അംഗം VK വിനീഷ്, AISF പുതുക്കാട് മണ്ഡലം സെക്രട്ടറി ജിസ്ലോ ഇമാനുവൽ, ജോയിന്റ് സെക്രട്ടറി NM ഗൗരികൃഷ്ണ, വൈസ് പ്രസിഡന്റ് ഹരികൃഷ്ണൻ നന്ദിക്കര എന്നിവർ നേതൃത്വം നൽകി. അഷ്ടമിച്ചിറ ലയൺസ് ക്ലബിന്റെ 2026-27 വർഷത്തെ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. പ്രസിഡന്റായി റിട്ടയർഡ് മേജർ ജനറൽ PD ഷീന, സെക്രട്ടറിയായി ജോയ് ചേരിയക്കര, ട്രഷററായി മന്നായി പള്ളത്തി എന്നിവരെയാണ് പുതിയ ഭാരവാഹികളായി തിരഞ്ഞെടുത്തത്. ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും പുതിയ പദ്ധതിയുടെ പ്രഖ്യാപനവും ലയൺസ് ഡിസ്ട്രിക്ട് 318 D ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ KM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മുൻ പ്രസിഡന്റ് KS പ്രദീപ് അധ്യക്ഷത വഹിച്ചു. മുൻ സെക്രട്ടറി ടിൻഡോ എലനിക്കൽ, റീജിയണൽ ചെയർമാൻ MN പ്രവീൺ, സോണൽ ചെയർപേഴ്സൺ ഷിനൈല അബ്രഹാം, ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ലയൺ ബിജു പറത്തൂർ എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങിൽ പുതിയ വർഷത്തേക്കുള്ള വിവിധ ജീവകാരുണ്യ സേവന പദ്ധതികളുടെ പ്രഖ്യാപനവും നടന്നു. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസവും വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഇന്ന് എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴ ലഭിക്കാനാണ് സാധ്യത. വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും പശ്ചിമ ബംഗാൾ, വടക്കൻ ഒഡീഷ തീരത്തിനും മുകളിലുണ്ടായിരുന്ന തീവ്ര ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി ശക്തിപ്പെട്ടതും കിഴക്കൻ അറബിക്കടലിനും സമീപ കൊങ്കൺ തീരത്തിനും മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതുമാണ് മഴ ശക്തമാകാൻ കാരണം. ജൂലൈ 31 വരെ സംസ്ഥാനത്ത് നേരിയതോ മിതമായതോ ആയ മഴയും ചിലയിടങ്ങളിൽ ശക്തമായ മഴയും ലഭിക്കുമെന്നാണ് പ്രവചനം. കാലാവസ്ഥ. കൂടിയ താപനില 28 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 13,215 രൂപയും പവന് 1,05,720 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.